കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 848, സൂറത്തു സജ്ദ, പേജ് നമ്പർ 1444. സൂറത്തു സജ്ദ 32, അസ്സജ്ദ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30. നമസ്കാരത്തിലെ സുജൂദും സജ്ദയും ഒന്നു തന്നെ. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് അഥവാ ഏകദൈവാരാധന, പരലോകം, പ്രവാചകത്വം എന്നീ ദീനിൻ്റെ 3 അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കാനുള്ള ഉദ്ബോധനവും അവയെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് ഉള്ള മറുപടിയുമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ഈ സൂറത്തും സൂറത്തുൽ ഇൻസാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു. ബുഖാരി 891, മുസ്ലിം 880. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര്. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാഹ് ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لأتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون.
تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 849 സൂറത്തു സജ്ദ ആയത്ത് 1 പേജ് നമ്പർ 1444 അലിഫ് ലാം മീം അലിഫ് ലാം മീം ആയത്ത് 2 തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ അവതരിക്കുമ്പോൾ ആദ്യ വാചകം ഇഖ്റ എന്നാണല്ലോ. അതിൻ്റെ അർത്ഥം വായിക്കുക എന്നാണ്. സ്വന്തത്തിൽ വായിക്കലുണ്ട്. വിഷയം ശരിക്ക് മനസ്സിലാക്കി വായിച്ചാൽ വായന അങ്ങനെ നീങ്ങും. മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി വായിക്കലുണ്ട്. അതാണിവിടെ പ്രധാനം. ആരാണ് വായിക്കുക എന്നിവിടെ കൽപ്പിക്കുന്നത്? ആരോടാണ് കൽപ്പിക്കുന്നത്? ഒന്നാമതായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പിന്നെ നബിയെ പിൻപറ്റിയവരോടും. ലോകജനതയ്ക്ക് സന്മാർഗത്തിൽ നേതൃത്വം നൽകുവാൻ ഒരു സമൂഹത്തെ തയ്യാറാക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു. ആ തീരുമാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു നടപ്പിൽ വരുത്തുകയാണ്. അങ്ങനെ ആ സമൂഹം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നോട്ടത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ മദീനയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴപ്പോൾ നേരിടുന്ന
ആവശ്യങ്ങളെക്കുറിച്ച് ശാസനകളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും അടങ്ങിയ വചനങ്ങളിലൂടെ സന്ദർഭം പോലെ അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. അള്ളാഹുവാണ് ഇതിൻ്റെ ഉടയവൻ എന്ന വസ്തുത തെളിഞ്ഞു കാണുവാൻ ഈ ഗ്രന്ഥം മാത്രം മനസ്സിരുത്തി വായിച്ചാൽ മതി. പകൽ സമയത്തെ വ്യാപകമായ വെളിച്ചം സൂര്യൻ്റെ വെളിച്ചമാണെന്ന പോലെ ഈ വചനങ്ങളുടെ ഉടയവൻ അള്ളാഹുവാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. ലോകരക്ഷിതാവിൻ്റെ വചനങ്ങളാണിത് എന്ന അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെയും ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ്റെ വചനങ്ങളാണെന്ന് അംഗീകരിച്ചാൽ ആ കൽപ്പനകൾക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വരും. തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ദൈവിക വചനങ്ങളാണ്, ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ എന്നിവിടെയും വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കുക. മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളല്ല ഇത്. പ്രവാചകൻ്റെ സംസാരം നിങ്ങൾ കേട്ടതാണ്. അതിൻ്റെയും ഇതിൻ്റെയും ശൈലിയും രൂപവും രണ്ടും വ്യത്യസ്തമാണ്. ഭാഷാ ശൈലിയും സാഹിത്യപരമായ സൗന്ദര്യവും ശക്തിയും അറിവുള്ളവർ ഗ്രഹിച്ചറിഞ്ഞതാണ്. ഇതുപോലൊന്ന് കൊണ്ടുവരാനുള്ള വെല്ലുവിളിക്കു മുമ്പിൽ പരാജയപ്പെട്ടവരുമാണവർ. ദൈവിക വചനങ്ങളെ അംഗീകരിക്കാതെ വയ്യ നിങ്ങൾക്ക്. മദീനയിൽ എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രം അവതരിച്ചതല്ല, മക്കയിലും മദീനയിലും കൂടിയാണല്ലോ ഖുർആൻ അവതരിച്ചത്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഉദാഹരണത്തിന് പേജ് നമ്പർ 1445, ആയത്ത് 3. അം യഖൂലൂന ഇഫ്തറാഹ്, അതല്ല അദ്ദേഹം ഇത് കെട്ടിച്ചമച്ചു പറഞ്ഞു എന്നാണോ അവർ പറയുന്നത്. ബൽ ഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അല്ല അത് നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യം തന്നെയാകുന്നു. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് യാതൊരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയെ നീ താക്കീത് ചെയ്യുന്നതിനു വേണ്ടി. ലഅല്ലഹും യഹ്തദൂൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നവരായേക്കാം. മക്കയിലാണ് പ്രബോധനത്തിൻ്റെ പ്രഥമഘട്ടം നടക്കുന്നത്. സാംസ്കാരികമായും നാഗരികമായും ഒന്നുമല്ലാതിരുന്ന ഒരു ജനത. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാഗരികതയും സംസ്കാരവും കുറേയൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ അന്നത്തെ അറേബ്യൻ ജനതയിൽ ഒന്നുമില്ലായിരുന്നു. ആ ജനതയിലാണ് അന്ത്യപ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. എഴുത്തും വായനയും അറിയാത്ത ദേവദൂതൻ എന്തെങ്കിലും വായിച്ച് ഗ്രഹിച്ച് പറയുകയാണെന്ന് ആരോപിക്കുവാൻ ആർക്കും കഴിയില്ല. റബ്ബിങ്കൽ നിന്ന് അവതരിച്ച സത്യവേദമാണിത്. ആയത്ത് 4. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളവയെയും 6 നാളുകളിലായി സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. ദിവസങ്ങൾ എന്നിവിടെ പറഞ്ഞത് ഭൂമിയിൽ നമുക്കനുഭവപ്പെടുന്ന 24 മണിക്കൂർ നേരമുള്ള ദിവസമാണെന്ന് വിചാരിക്കേണ്ടതില്ല. സൂര്യൻ്റെ ഉദയവും അസ്തമനവും രാവും പകലുമൊക്കെ സൂര്യൻ്റെ സൃഷ്ടിപ്പിന് ശേഷമായിരിക്കുമല്ലോ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി 6 ഘട്ടങ്ങൾ സൂറ ഫുസ്സിലത്തിലെ 9 മുതൽ 12 വരെ ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ സിംഹാസനാരോഹണം ചെയ്തു. അറാഫിലും മറ്റും ഈ വിഷയം വന്നിട്ടുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരുടെ സിംഹാസനാരോഹണമോ അല്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും പ്രതാപത്തിനും അനുയോജ്യമായ രൂപത്തിലുള്ളതാണ് ആ സിംഹാസന ആരോഹണം എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ ശുപാർശക്കാരനോ ഇല്ല. അഫലാ തതദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 850, സൂറത്തുൽ അസ്സജ്ദ ആയത്ത് 5, പേജ് നമ്പർ 1445. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. പേജ് നമ്പർ 1446. ثم يعرج إليه, പിന്നെ കാര്യം അവങ്കലേക്ക് കയറിപ്പോകുന്നു. في يوم كان مقداره ألف سنة مما تعدون, നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലത്തിൻ്റെ അളവുള്ള ഒരു ദിവസത്തിൽ ആ കാര്യം അവങ്കലേക്ക് കയറിപ്പോകുന്നു. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ആകാശത്ത് ഉപരിലോകത്ത് നിന്ന് അള്ളാഹു നിയന്ത്രിക്കുന്നു. ചില കാര്യങ്ങൾ മലക്കുകളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം ആയത്തിൽ പറയുന്നത് പോലെ.
ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉപരിലോകവുമായി ബന്ധമുള്ളവയാണ്. മനുഷ്യൻ്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് മലക്കുകളുമായി ബന്ധമുള്ളതാണ്. ഒടുവിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങും. പുതിയ വ്യവസ്ഥയും നടപടിക്രമങ്ങളും നിലവിൽ വരും. അന്ത്യനാളിൽ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനാധികാരം അവന് മാത്രമായിരിക്കും. ആ ദിവസത്തെ എപ്പോഴും ഓർമ്മിക്കുക. നമുക്കനുഭവപ്പെടുന്ന ഒരു ദിവസമല്ല ഇവിടെ പറഞ്ഞ ദിവസം. വ്യത്യാസമുണ്ടായിരിക്കും. 1000 വർഷത്തിന് സമാനമായ ദിവസം ധിക്കാരികൾക്ക് ഭയങ്കരമായതും പുണ്യവാന്മാർക്ക് ലഘുവുമായിരിക്കും. സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് വിചാരണ ദിവസം കേവലം ഒരു നമസ്കാരം നിർവഹിക്കുന്ന അത്ര സമയം പോലെ അനുഭവപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. ഈ ഹദീസിൻ്റെ സനദിനെപ്പറ്റി ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയത്ത് 6 അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനും പ്രതാപശാലിയും കരുണാനിധിയുമാകുന്നു. ആയത്ത് 7 അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ വിശിഷ്ടമാക്കിയിരിക്കുന്നു. അന്യൂനമായ നിലയിലാണ് അവൻ എല്ലാറ്റിൻ്റെയും പടച്ചത്. മനുഷ്യർ, ഇതര ജീവജാലങ്ങൾ, ഭൂമിയിലുള്ള മരങ്ങൾ, ചെടികൾ, കടൽ, പുഴ, മലകൾ തുടങ്ങിയവയെ പറ്റിയെല്ലാം ചിന്തിച്ചു നോക്കുക. ഏതിനെങ്കിലും സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയുമുണ്ടോ? പരമകാരുണികനായ സൃഷ്ടാവാണവൻ. മനുഷ്യനെ സൃഷ്ടിക്കൽ കളിമണ്ണ് കൊണ്ട് അവൻ തുടങ്ങി. ആയത്ത് 8 പിന്നെ അവൻ്റെ സന്താനങ്ങളെ നിസ്സാരമായ ഒരു വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. ആദമിനെ മണ്ണിൽ നിന്നും സന്തതികളെ ബീജത്തിൽ നിന്നും. പേജ് നമ്പർ 1447 ആയത്ത് 9 സുമ്മ സവ്വാഹു പിന്നെ അവനെ അള്ളാഹു ശരിയായ രൂപത്തിലാക്കുകയും വനഫഖ ഫീഹി മിൻ റൂഹിഹി എൻ്റെ വകയായുള്ള ആത്മാവിൽ നിന്ന് അവരിൽ ഊതുകയും ചെയ്തു. ആത്മാവിൻ്റെയും ആ ഊതലിൻ്റെയും രൂപവും വിശദാംശങ്ങളും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തു. ഖലീലം മാ തഷ്കുറൂൻ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. കേൾവിയും കാഴ്ചകളും ഉണ്ടാക്കിത്തന്നു എന്ന് ഖുർആനിൽ പലയിടങ്ങളിലും കാണാം. ഗർഭസ്ഥ ശിശുവിന് ആദ്യം കേൾവിയും പിന്നീട് കാഴ്ചയും ഉണ്ടാകുന്നു. ഈ ആയത്തിൽ പറഞ്ഞ പോലെ കേൾവിയാണ് മറ്റേത് ഇന്ദ്രിയങ്ങളെക്കാളും ഹൃദയത്തെ സ്വാധീനിക്കുക. സതുപദേശമായാലും താക്കീതായാലും കേൾക്കുകയാണല്ലോ. ഒരു നേരം ഒരു കാര്യമേ കേൾക്കാൻ കഴിയുകയുള്ളൂ. പല വസ്തുക്കളെയും ഒരേ സമയം കാണാം. ഒരു വസ്തുവിനെ തന്നെ വ്യത്യസ്ത കോണുകളിൽ നിന്നും കാണാം. സമഅ് അഥവാ കേൾവി ഏകവചനമായും അബ്സ്വാർ അഥവാ കാഴ്ചകൾ ബഹുവചനമായും ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഗർഭസ്ഥ ശിശുവിൻ്റെ 18ാമത്തെ ആഴ്ച മുതൽ ചെറിയ തോതിൽ കേൾക്കാൻ തുടങ്ങും. പുറം ലോകത്തെ കേൾവികൾ 24ാമത്തെ ആഴ്ച മുതൽ അനുഭവിക്കാൻ തുടങ്ങും. 26ാമത്തെ ആഴ്ച മുതൽ കണ്ണു തുറക്കാൻ ആരംഭിക്കുമെങ്കിലും കാഴ്ച പൂർണ്ണമായി വികസിക്കുന്നതും അനുഭവിക്കാൻ ആരംഭിക്കുന്നതും ജനിച്ച ശേഷമാണ്. ശബ്ദതരംഗങ്ങൾ കർണപടങ്ങളിൽ തട്ടി അതിൻ്റെ പ്രകമ്പനം അനേകമടങ്ങ് വലുതാക്കി വൈദ്യുത പ്രവാഹത്തിലൂടെ തലച്ചോറിലെ ശബ്ദകേന്ദ്രത്തിലെത്തിച്ച് അതിനെ അപഗ്രഥിക്കുമ്പോഴാണ് കേൾവി എന്ന പ്രക്രിയ സംഭവിക്കുന്നത്. കണ്ണിൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബം ഒപ്റ്റിക് നാഡിയിലൂടെ വൈദ്യുതിയായി തലച്ചോറിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിലെത്തിച്ച് അപഗ്രഥിക്കുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. മാനസിക പ്രതിഭാസത്തിൽ ഹൃദയത്തിൻ്റെ പങ്ക് നിഷേധിക്കാനാവില്ല. മനുഷ്യന് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകിയെന്ന് എന്നത് ഖുർആൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്ന അനുഗ്രഹങ്ങളാണ്. കണ്ടും കേട്ടും ചിന്തിക്കാനുള്ള കഴിവുമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. കേട്ടതിനെപ്പറ്റിയും കണ്ടതിനെപ്പറ്റിയും ആണല്ലോ ചിന്തിക്കുക. ദശലക്ഷക്കണക്കിന് ജീവികളിൽ മനുഷ്യന് മാത്രമാണ് വിവേചന ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നതും അതുതന്നെ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. കാണിക്കുന്ന നന്ദിയും കുറവാണ്. കണ്ണ് എന്ന അവയവത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. അത്യത്ഭുതകരമായാണ് കണ്ണിൻ്റെ സൃഷ്ടിപ്പ്. അതിസൂക്ഷ്മവും സങ്കീർണവുമായ സംവിധാനമാണ് കണ്ണിലുള്ളത്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ആ ഒരൊറ്റ അനുഗ്രഹത്തിനുള്ള നന്ദി പോലും ആകുന്നില്ല എന്നതാണ് സത്യം. ആയത്ത് 10 അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ ലയിച്ചു കഴിഞ്ഞാൽ
ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടിപ്പിലാകുമോ? പേജ് നമ്പർ 1448. ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. എന്നാൽ അവർ അവരുടെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കുന്നവരാകുന്നു. ഞങ്ങൾ മരിച്ച മണ്ണായിപ്പോയാൽ പിന്നെ ഞങ്ങളെ വീണ്ടും പുതുക്കി സൃഷ്ടിക്കും. പരലോകത്തെ നിഷേധിക്കുന്നവരുടെ എക്കാലത്തെയും ചോദ്യമാണ്. തങ്ങൾക്ക് സ്വതന്ത്രരായി ജീവിക്കണം. തങ്ങളെ ആരും നിയന്ത്രിക്കാൻ പാടില്ല. ചെയ്യുന്ന തെറ്റുകളെയും അക്രമങ്ങളെയും ആരും ചോദ്യം ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്നതാണ് അവരുടെ നിലപാട്. മരിച്ചുപോയാൽ യാതൊരു ചോദ്യവും ഉണ്ടാകരുത് എന്ന് അവർ വ്യാമോഹിക്കുന്നു. ആയത്ത് 11. നീ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാകുന്നു. പിന്നെ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ്. മരണം എന്ന യാഥാർത്ഥ്യം എന്താണ് എന്നറിയാതെ ഇപ്പോഴും മനുഷ്യൻ അന്തം വിട്ടു നിൽക്കുന്നു. മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ ആ നേരത്ത് മലക്കിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. മരിക്കുന്നതോടുകൂടി പുതിയൊരു ലോകത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. മരണശേഷം രണ്ടാമത് ജീവിപ്പിച്ച് രക്ഷാശിക്ഷകൾ നൽകുക എന്നതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ഓരോരുത്തരുടെയും മരണസമയമായാൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് ആത്മാവിനെ എടുക്കും. മരണവേളയിൽ ആത്മാക്കളെ എടുത്തുകൊണ്ട് പോകുന്നത് മലക്കുകളാണ്. അൻആം 93 ഇക്കാര്യം പറയുന്നുണ്ട്. കുറച്ചുകൂടി വിവരങ്ങൾ ഹദീസുകളിലുമുണ്ട്. സത്യവിശ്വാസിക്കും സത്യനിഷേധിക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും മരണവേളയിൽ. മലക്കുകൾ ദൈവകൽപ്പനകൾ കൃത്യമായി നടപ്പാക്കും. പിന്നീട് നിങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഹാജരാക്കുമെന്നറിയുക. ആയത്ത് 12. കുറ്റവാളികൾ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ തല കീഴ്പോട്ടാക്കി നിൽക്കുന്ന സന്ദർഭം നീ കാണുന്നുവെങ്കിൽ മരണശേഷം മനുഷ്യരെ ഒന്നടങ്കം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരുമിച്ച് കൂട്ടും. സത്യനിഷേധികളായ കുറ്റവാളികൾ പുനരുത്ഥാനത്തെ നിഷേധിച്ചിരുന്നുവല്ലോ. അവർ ആ മഹാസഭയിൽ തങ്ങളുടെ പാപങ്ങൾ സമ്മതിച്ചുകൊണ്ട് അപാരമായ ദുഃഖഭാരത്തോടെ തലതാഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് ഇവിടെ ഖുർആൻ വിവരിക്കുന്നത്. അത് ഏറ്റവും ദയനീയമായ കാഴ്ചയായിരിക്കും. റബ്ബനാ അബ്സർനാ വസമിഅനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഫർജിഅനാ നഅമൽ സ്വാലിഹാ, അതിനാൽ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കണമേ, ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം. ഇന്നാ മുഖിനൂൻ, ഞങ്ങൾ തീർച്ചയായും ദൃഢമായി വിശ്വസിക്കുന്നവരുമാകുന്നു. പേജ് നമ്പർ 1449. തങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയത് പരിപൂർണമായും സത്യമാണ് എന്ന് ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു. ഇഹലോകത്തേക്ക് ഞങ്ങളെ ഒന്നുകൂടി മടക്കി അയച്ചിരുന്നാൽ ഞങ്ങൾ നല്ലവരായി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദയനീയമായി വിലപിക്കും. ആയത്ത് 13. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ആൾക്കും തൻ്റെ സന്മാർഗം നാം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സത്യം നല്ലവണ്ണം തെളിയിച്ചു കൊടുക്കുക, ഇഷ്ടം പോലെ ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകുക, ഓരോരുത്തരെയും അവരവർ ചെയ്തതിന് ബാധ്യസ്ഥരാക്കുക. ഇതാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നാൽ എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, നിശ്ചയമായി നരകത്തെ ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടുമെല്ലാം നാം നിറക്കുക തന്നെ ചെയ്യും എന്ന വാക്ക്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനും ജിന്നിനും അള്ളാഹു നൽകിയിരിക്കുന്നു. തിന്മയുടെ വഴി ഒഴിവാക്കി നന്മ സ്വീകരിക്കുന്നവന് സ്വർഗം ലഭിക്കും. അതുപോലെ മനഃപൂർവ്വം തിന്മ സ്വീകരിക്കുന്നവനെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നീതിയുടെ താല്പര്യമാകുന്നു. നരകം അത്തരക്കാർക്കുള്ളതാണ്. ആദമിന് സുജൂദ് ചെയ്യണമെന്ന് കൽപ്പന ധിക്കരിച്ച ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായി ഖേദിച്ചു മടങ്ങുന്നതിന് പകരം ആദം സന്തതികളെ വഴി പിഴപ്പിക്കുമെന്ന് ശപഥം ചെയ്തു. ആ സന്ദർഭത്തിൽ പിശാചിനെ പിൻപറ്റിയവരെ കൊണ്ട് നരകം ഞാൻ നിറക്കും എന്ന് അള്ളാഹു പറഞ്ഞ, അതായത് സ്വാദ് 85 ആയത്തിൽ വരുന്ന വാക്കാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ജിന്നിനെയും നരകത്തിലിട്ട് ശിക്ഷിക്കും. മണ്ണുകൊണ്ടുണ്ടാക്കി ഇഷ്ടികക്കട്ട കൊണ്ടോ അടിച്ചാൽ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വേദനിക്കും. തീ കൊണ്ട് സൃഷ്ടിച്ച ജിന്നിനെ നരകത്തീ കൊണ്ട് ശിക്ഷിക്കുന്നതിൽ യുക്തിരാഹിത്യമൊന്നുമില്ല. ആയത്ത് 14.
അതിനാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നത് നിങ്ങൾ മറന്നതിനാൽ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുകയും ഇന്നാനസീനാക്കും, തീർച്ചയായും നിങ്ങളെ നാമും മറന്നിരിക്കുന്നു. പരലോകത്തെയും അള്ളാഹുവിനെയും അവഗണിച്ചാണ് അവർ ജീവിച്ചത്, അതുകൊണ്ട് അവരെയും അവഗണിക്കും. വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി ശാശ്വത ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു കൊള്ളുകയും. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 851, സൂറത്തു സജ്ദ ആയത്ത് 15, പേജ് നമ്പർ 1450. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ, നമ്മുടെ ആയത്തുകൾ വിശ്വസിക്കുന്നത് ആ ആയത്തുകളെ കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ ഖറൂ സുജ്ജദ, സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുകയും വസബ്ബഹു ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുകയും വഹും ലാ യസ്തക്ബിറൂൻ, അഹങ്കാരം നടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാകുന്നു. അല്ലാഹുവിൻ്റെ ആയത്തുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരുടെ വിശേഷണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആയത്തുകൾ അഥവാ ഖുർആൻ വചനങ്ങളോ ഉപദേശങ്ങളോ കേട്ടാൽ ഭയഭക്തിയോടെ അത് അനുസരിക്കും, അതിനെപ്പറ്റി ചിന്തിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളും. അഹങ്കാരം ഒട്ടുമുണ്ടാവില്ല. വിനയം വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഉണ്ടാകും. ഭക്തിയോടെ സുജൂദ് ചെയ്യും. ആയത്ത് 16. തതജാഫാ ജുനൂബുഹും അനിൽ മദ്വാജിഇ, അൽഹംദുലില്ലാഹ്, ഇടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലും. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഭയത്തോടെയും ആശയോടെയും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവരാണവർ. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും സ്വർഗത്തെ ആശിച്ചുകൊണ്ടും അവർ പ്രാർത്ഥിക്കും. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായതാണ് ഇശാക്ക് ശേഷം സുബ്ഹ് നമസ്കാരത്തിനിടയിലായി നിർവഹിക്കുന്ന ഖിയാമുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം. ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്നും ഇടയ്ക്ക് അല്പനേരം വിശ്രമിച്ചുകൊണ്ടാകുമ്പോൾ തറാവീഹി എന്നും ഈ നമസ്കാരം അറിയപ്പെടുന്നു. സ്വസ്ഥതയും മനസ്സാന്നിധ്യവും കൂടുതൽ ലഭിക്കുന്ന നേരമാണത്. വിശേഷിച്ചും രാവിൻ്റെ അന്ത്യയാമം. ഭയവും ആശയവും ഉള്ള അവസ്ഥയിൽ എന്ന് പറഞ്ഞ് ഇത് ശ്രദ്ധിക്കുക. തങ്ങളുടെ പാപങ്ങൾ കാരണമായി ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുമോ? തങ്ങളുടെ കർമ്മങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുമോ? പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുമോ? എന്നിങ്ങനെയുള്ള ഭയം, റബ്ബിൻ്റെ അനന്തമായ കാരുണ്യം, അവൻ നൽകിയ വാഗ്ദാനങ്ങൾ എന്നിവയിലുള്ള പ്രതീക്ഷയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമെന്ന ആശയം, ഇതാണ് അവരുടെ ഭയവും ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ സ്വർഗത്തെക്കുറിച്ച് ഒരാളും ആശിക്കുമായിരുന്നില്ല. അവിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാരുണ്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്വർഗത്തെക്കുറിച്ച് ഒരാളും നിരാശപ്പെടുമായിരുന്നില്ല. മുസ്ലിം 27:55. ഭയവും ആശയവും ഉള്ളവനായിരിക്കണം വിശ്വാസി. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതുമാകുന്നു. സാമ്പത്തികവും അല്ലാത്തതുമായി തനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളും കഴിവുകളും ഇതരർക്ക് നൽകുന്നവനായിരിക്കണം വിശ്വാസി. ആയത്ത് 17. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, എന്നാൽ ഇവർക്ക് വേണ്ടി മറച്ചു വെക്കപ്പെട്ട കൺകുളിർമയാകുന്ന കാര്യങ്ങൾ ഒരാളും അറിയുകയില്ല. പേജ് നമ്പർ 1451. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള വിശ്വാസവും അവൻ്റെ വിധിവിലക്കുകൾ ശിരസാവഹിക്കുന്നതിനുള്ള അർപ്പണബോധവും അഹങ്കാരം ഒഴിവാക്കൽ, രാത്രി നമസ്കാരം, നിഷ്കളങ്കമായ പ്രാർത്ഥന, തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കൽ, ഇവ ചെയ്തുകൊണ്ടിരുന്നതിന് പ്രതിഫലമായി അള്ളാഹു അവർക്ക് വേണ്ടി പരലോകത്ത് മറച്ചു വെച്ചിട്ടുള്ള ആനന്ദകരമായ അനുഭൂതികൾ ആരും അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുകയാണ്, എൻ്റെ സജ്ജനങ്ങളായ അടിയാന്മാർക്ക് വേണ്ടി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. ഈ ആയത്ത് നിങ്ങൾ ഓതുക. ബുഖാരി 45:01. ആയത്ത് 12. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖാ, വിശ്വാസിയായി കഴിഞ്ഞവൻ താൻ തോന്നിയായിട്ടുള്ളവരെ പോലെയാകുമോ? ലാ യസ്തവൂൻ, അവർ സമമാവുകയില്ല. ആയത്ത് 19. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഫലഹും ജന്നാത്തുൽ മഅ്വാ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, അവർ കർമ്മം ചെയ്തു വരുന്നതിൻ്റെ ഫലമായി സൽക്കാരം എന്ന നിലയിൽ സുഖവാസത്തിൻ്റെ സ്വർഗങ്ങൾ അവർക്കുണ്ട്.
സ്വർഗത്തിൻ്റെ ഉടയവൻ പറയുന്നത് കർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലം എന്നാണ്. വിശ്വസിച്ചതിൻ്റെ മാത്രം ഫലം എന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസവും കർമ്മവും തുല്യ പ്രാധാന്യമർഹിക്കുന്നു. ആയത്ത് 20. താൻ തോന്നികളായിട്ടുള്ളവരാരോ അവരുടെ വാസസ്ഥലം നരകമാണ്. ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെയും അവർ അതിൽ മടക്കപ്പെടുന്നതാകുന്നു. പേജ് നമ്പർ 1452. നിങ്ങൾ കളവാക്കിക്കൊണ്ടിരുന്ന നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ആയത്ത് 21. ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ ഏറ്റവും ചെറിയ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരായേക്കാം. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞത് പരലോകത്തിലെ ശിക്ഷയെപ്പറ്റിയും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞത് ഇഹലോകത്തിലെ ശിക്ഷയെപ്പറ്റിയുമാകുന്നു. ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ നിയമം ലംഘിച്ചതിനാൽ ശിക്ഷ അനുഭവപ്പെട്ടപ്പോൾ ഖേദിച്ചു മടങ്ങി സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ പരലോകത്ത് രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നു. ചിലപ്പോൾ അള്ളാഹു പെട്ടെന്ന് നടപടി എടുത്തില്ലെന്ന് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അക്രമിയെ അയച്ചുവിട്ടേക്കും. അങ്ങനെ അവനെ പിടികൂടുമ്പോൾ അവന് കുതറി രക്ഷപ്പെടാനാവുകയില്ല. ബുഖാരി 4686. അള്ളാഹു ശിക്ഷിക്കാതെ ഒഴിവാക്കി വിടുകയില്ല എന്ന് അടുത്ത ആയത്തിൽ വ്യക്തമാക്കുന്നു. ആയത്ത് 22. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ട് പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞവനേക്കാൾ അക്രമിയായി ആരുണ്ട്? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, നിശ്ചയമായും നാം കുറ്റവാളികൾക്കെതിരായി ശിക്ഷാ നടപടി എടുക്കുന്നവരാകുന്നു. അവരുടെ നന്മക്കും ഇഹപര രക്ഷയ്ക്കും ഉതകുന്ന ഉപദേശങ്ങളും ഉത്ബോധനങ്ങളുമാണ് അവർക്ക് നൽകപ്പെടുന്നത്. അവയൊക്കെ തങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ മുഖേനയാണ് താനും. ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു കിടക്കുന്നു, എന്നിട്ടും അവ തള്ളിക്കളയുന്നവൻ വലിയ അക്രമിയും നിർഭാഗ്യവാനുമാകും. ആയത്ത് 23. വലഖദ് ആതൈനാ മൂസൽ കിതാബ, തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ, അദ്ദേഹവുമായി ഉണ്ടായ കൂടിക്കാഴ്ചയിൽ നീ ഒരിക്കലും സംശയത്തിലായി പോകരുത്. ലിഖാഇഹി, കണ്ടുമുട്ടുന്നത് എന്നതിൽ അതിനെ അഥവാ വേദത്തെ എന്നോ അദ്ദേഹത്തെ അഥവാ മൂസാ നബിയെ എന്നോ അർത്ഥമാക്കാം. ലിഖാഇ എന്നാൽ ഏറ്റെടുക്കുക, കാണുക, സ്വീകരിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. മുഫസ്സിറുകൾ ഈ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ, അതിനെ ഇസ്രായേൽ സന്തതികൾക്കൊരു മാർഗദർശനമാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേജ് നമ്പർ 1453. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ ഏറ്റുവാങ്ങി പ്രബോധനം തുടങ്ങിയപ്പോൾ സത്യനിഷേധികൾ ഇത് തള്ളിക്കളഞ്ഞു. ശത്രുക്കൾ നാനാഭാഗങ്ങളിൽ നിന്ന് നാനാപ്രകാരത്തിൽ ഉപദ്രവിച്ചല്ലോ. അതൊരു പുതിയ സംഭവമല്ല. മൂസാ നബി അലൈഹി സ്വലാമക്ക് വേദം കൊടുത്തിട്ട് ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായത് എന്ന് അള്ളാഹു അറിയിക്കുന്നു. ആ കാര്യം ഓർക്കുക. അപ്പോൾ ഈ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ലഘുവായി അനുഭവപ്പെടും. മൂസാ നബി അലൈഹി സ്വലാമക്കുണ്ടായ കൂടിക്കാഴ്ചയിൽ സംശയിക്കേണ്ട. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂസാ നബി അലൈഹി സ്വലാമയുമായി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്നും അത് മിഅ്റാജിൻ്റെ രാത്രിയിലാണെന്നും ചില മുഫസ്സിറുകൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം മുഖേന അള്ളാഹു ബനു ഇസ്രായേലിന് നൽകിയ ആ മാർഗദർശക ഗ്രന്ഥം പിന്നീട് അതിൻ്റെ തനതായ രൂപത്തിൽ ലഭിക്കാതെയായി. പൈശാചിക കൈകടത്തൽ നിമിത്തം അത് താറുമാറാക്കപ്പെട്ടു. എന്നിട്ടും ഒരു കൂട്ടം ആളുകൾ സത്യത്തെ മുറുകെ പിടിച്ച് നിലകൊണ്ടു. അവരിൽ നിന്ന് ഒരു കൂട്ടം നേതാക്കളെ നമ്മുടെ കൽപ്പന പ്രകാരം നേർവഴി കാണിച്ചു കൊടുക്കുന്നവരായി നാം ഉണ്ടാക്കുകയും ചെയ്തു. ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ, അവർ സഹിക്കുകയും നമ്മുടെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവരെ നാം നേതാക്കളാക്കി, നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവരാക്കി. എന്നാൽ ഇസ്രായേലിയർ സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകലുകയും അവരുടെ വേദഗ്രന്ഥം താറുമാറാക്കപ്പെടുകയും ചെയ്തുവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സന്മാർഗം ശരിയായ രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ ഈ ലോകത്ത് നിർബന്ധമായും വേണം. സത്യമായ വേദം അള്ളാഹു ഖുർആനിലൂടെ നിലനിർത്തി. അത് സുരക്ഷിതമായി നിലനിർത്തുന്ന ചുമതല അവൻ തന്നെ ഏറ്റെടുത്തു. ശരിയായ സന്മാർഗത്തിൻ്റെയും സത്യത്തിൻ്റെയും യഥാർത്ഥ വക്താക്കളും പ്രയോക്താക്കളുമായി ഒരു സംഘം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. സത്യത്തിൻ്റെ വക്താക്കളായി ഒരു കൂട്ടർ അങ്ങനെ അവസാന കാലം വരെ നിലനിൽക്കൽ ഒരു അനിവാര്യതയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിലെ ഈ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നിലകൊള്ളുന്നവരായി ഉണ്ടാവാതിരിക്കുകയില്ല. അവരെ കൈവടിയുന്നവരാകട്ടെ, അവരോട് ഭിന്നിച്ചു നിൽക്കുന്നവരാകട്ടെ, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയില്ല. അങ്ങനെ അവർ അതേ നിലയിലായിരിക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന, അതായത് അന്ത്യനാൾ വന്നെത്തും. ബുഖാരി 19:20.
ആയത്ത് 25 ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിശ്ചയമായും നിന്റെ റബ്ബ് അവർ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള വിഷയങ്ങളിൽ അവർക്കിടയിൽ അന്ത്യനാളിൽ വിധി കൽപ്പിക്കുന്നതാകുന്നു. ആയത്ത് 26 അവലം യഹ്ദി ലഹും കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി. ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചതെന്ന കാര്യം ഇവർക്ക് ബോധം നൽകിയിട്ടില്ലേ? പേജ് നമ്പർ 1454. യംശൂന ഫീ മസാകിനിഹിം. അവരുടെ വാസസ്ഥലങ്ങളിൽ ഇവർ നടക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്ത്. നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ യസ്മഊൻ. അതിനാൽ അവർ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ നിന്ന് പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെട്ടു. സത്യനിഷേധവും അക്രമവുമായിരുന്നു കാരണം. ആ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ കണ്ട് പാഠം പഠിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇവർ എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല? അത്ഭുതം തന്നെ. ആയത്ത് 27 അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർദിൽ ജുർസി. അവർ കണ്ടിട്ടില്ലേ വരൾച്ച ബാധിച്ച ഭൂമിയിലേക്ക് നാം വെള്ളം കൊണ്ടുവരുന്നതും ഫനുഖ്രിജു ബിഹി സറഅൻ തഅകുലു മിൻഹു അൻആമുഹും അൻഫുസുഹും. അവരും അവരുടെ കന്നുകാലികളും തിന്നുകൊണ്ടിരിക്കുന്ന കൃഷിയെ ആ വെള്ളം മുഖേന നാം ഉൽപ്പാദിപ്പിക്കുന്നതും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അഫലാ യുബ്സിറൂൻ. അപ്പോൾ അവർ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? നിഷേധികൾക്ക് ശിക്ഷയെ സംബന്ധിച്ച് താക്കീതും പുനരുത്ഥാനത്തെ സംബന്ധിച്ച് തെളിവ് നൽകുന്നു. വരണ്ട ഭൂമിയിൽ മഴ പെയ്താൽ സസ്യലതാദികൾ മുളച്ചു വന്നും. അതുപോലെയാണ് മനുഷ്യരെ രണ്ടാമത് സൃഷ്ടിക്കൽ. ആയത്ത് 28 അവർ പറയുന്നു, ഈ തീരുമാനം എപ്പോഴാണ്? ഇൻ കുന്തും സ്വാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. മക്കാ ജീവിത കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പലതരം വിഷമങ്ങളും അനുഭവിച്ചിരുന്നു. പലരും കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. ഭാവിയിൽ വിശ്വാസികൾക്കാണ് വിജയം, അവിശ്വാസികൾ പരാജയപ്പെടും, ഒരു തീരുമാനം വരും എന്നൊക്കെ പ്രവാചകൻ അറിയിക്കാറുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പരിഹാസത്തോടെ ശത്രുക്കൾ ചോദിച്ചിരുന്നു, എപ്പോഴാണ് അതുണ്ടാകുക എന്നൊക്കെ. പേജ് നമ്പർ 1455 ആയത്ത് 29 ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറൂ ഈമാനുഹും. പറയുക, ആ തീരുമാനത്തിൻ്റെ ദിവസം നിഷേധികളായിട്ടുള്ളവർക്ക് അവരുടെ വിശ്വാസം ഉപകരിക്കുകയില്ല. വലഹും യുൻദറൂൻ. അവർ കാത്തു നിർത്തപ്പെടുകയുമില്ല. ആ സമയത്ത് വിശ്വസിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം മുൻകൂട്ടി ഉണ്ടാകണം. ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ ചിന്തിക്കാനും പഠിക്കാനും തയ്യാറായില്ല. അഹങ്കാരത്തോടെ പരിഹസിച്ച് തള്ളിക്കളയുകയായിരുന്നു. ഇനിയിപ്പോൾ വിശ്വസിക്കാൻ തയ്യാറായിട്ട് കാര്യമൊന്നുമില്ല. കണ്ണിൽ കാണുമ്പോൾ ഉള്ളത് വിശ്വാസമല്ല, അനുഭവമാണ്. ആയത്ത് 30 അതുകൊണ്ട് നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും കാത്തിരിക്കുകയും ചെയ്യുക. ഇന്നഹും മുൻതദിറൂൻ. നിശ്ചയമായും അവർ കാത്തിരിക്കുന്നവരാകുന്നു.